ഹലോ എവരി വൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7th ഹിന്ദിയിലെ സെക്കൻഡ് ചാപ്റ്ററായ തീൻ ബുദ്ധിമാൻ ആണ്. ഒരു ദരിദ്രനായ പിതാവിന് 3 ആൺമക്കളുണ്ടായിരുന്നു. അവരുടെ കഥയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ കഥ നമുക്ക് എന്താണ് പഠിപ്പിച്ചു തരുന്നതെന്ന് അറിയാമോ? ബുദ്ധിയും വിവേകവും ധനത്തെക്കാളും സമ്പത്തിനേക്കാളും അധികം പ്രധാനപ്പെട്ടതാണ്, മഹത്തരമാണ്. നമ്മളെപ്പോഴും നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. എല്ലാ കാര്യങ്ങളും ശരിയായി മനസ്സിലാക്കണം. നമ്മൾ നന്നായി ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കാൻ എല്ലാ ചുറ്റുപാടുകളും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നത് നല്ല കാര്യമാണ്. ഇനി നമുക്ക് സ്റ്റോറി വായിച്ചുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാം. തീൻ ബുദ്ധിമാൻ. एक समय की बात है कि एक निर्धन व्यक्ति के 3 बेटे थे. एक समय की बात है, അതായത് ഒരിക്കൽ നടന്നൊരു കാര്യമാണ്, ഒരു സംഭവമാണ്. ഏക് സമയ്ക്ക് ബാത് ഹെ, ഒരിക്കൽ ഏക് നിർധൻ വ്യക്തിക്ക് 3 ബേട്ടേ തെ, ഒരു നിർധനനായ വ്യക്തിക്ക് 3 ആൺമക്കളുണ്ടായിരുന്നു. നിർധൻ എന്ന് പറഞ്ഞാൽ ദരിദ്രനായ, പൂവറായിട്ടുള്ള ഒരു വ്യക്തിക്ക് 3 ആൺമക്കളുണ്ടായിരുന്നു. वह प्रायः अपने बेटों से कहता, मेरे बेटों, हमारे पास ना तो रुपया पैसा है और ना ही सोना चांदी. അദ്ദേഹം പലപ്പോഴും, പ്രായഃ എന്ന് പറഞ്ഞാൽ അക്സർ, പലപ്പോഴും തൻ്റെ മക്കളോട് പറയുമായിരുന്നു, മേരെ ബേട്ടോ, എൻ്റെ മക്കളെ, ഹമാരെ പാസ് നാ തോ റുപ്പയ പൈസാ ഹെ, നമ്മുടെ അടുത്ത് പൈസ ഇല്ല, കാശില്ല. और ना ही सोना चांदी, നമ്മുടെ അടുത്ത് സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല. इसलिए तुम्हें एक दूसरे प्रकार का धन संचित करना चाहिए. അതുകൊണ്ട് നിങ്ങൾ മറ്റു തരത്തിലുള്ള ഒരു ധനം, അത് നിങ്ങൾ സഞ്ചിത് കർണ ചാഹിയെ. സഞ്ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സ്വരൂപിക്കണം. ഇക്കട്ടാ കർണ, നിങ്ങൾ കളക്ട് ചെയ്യണം. മറ്റു തരത്തിലുള്ള ഒരു ധനം നിങ്ങൾ കളക്ട് ചെയ്യണം. हर वस्तु और स्थिति को पूर्णतः समझने और जानने का प्रयास करो. हर വസ്തു, ഓരോരോ വസ്തുക്കളെയും ഓരോരോ സ്ഥിതിയെയും നിങ്ങൾ പൂർണ്ണമായും സമജ്നെ, മനസ്സിലാക്കാനും ജാനെ, അറിയാനും നിങ്ങൾ പരിശ്രമിക്കണം. പ്രയാസ് കരോ, നിങ്ങൾ ശ്രമിക്കണം. ഓരോരോ വസ്തുക്കളും എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതേപോലെ ഓരോ സ്ഥിതിയും ഓരോ പരിതസ്ഥിതിയും എങ്ങനെയുള്ളതാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കുച്ച് ഭി തുമാരി ദൃഷ്ടി സെ നാ ബച്ച് പായേ, ഒന്നും നിങ്ങളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോകരുത്. അതായത് നിങ്ങളുടെ നോട്ടത്തിൽ എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിരിക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. रुपये पैसे के स्थान पर तुम्हारे पास पैनी दृष्टि होगी. रुपये पैसे के स्थान पर, പൈസയുടെ സ്ഥാനത്ത്, കാശിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ അടുത്ത് എന്താണ് ഉണ്ടാവുക? അങ്ങനെയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? पैनी दृष्टि. पैनी दृष्टि എന്ന് പറഞ്ഞാൽ എന്താണ്? जो चीज़ों को बारीकी से देखने और समझने की क्षमता रखती हो. അതായത് എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. ശരിയായിട്ട് നന്നായിട്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കുക. ഷാർപ്പ് വിഷൻ അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്സർവേഷൻ എന്ന് പറയാം. അപ്പോൾ രൂപയെ പൈസയ്ക്ക് ബദലേ, അതിന് പകരം, പണത്തിന് പകരം നിങ്ങളുടെ അടുത്ത് പേനി ദൃഷ്ടി ഉണ്ടാകും. और सोने चांदी के स्थान पर तीव्र बुद्धि होगी. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സ്ഥാനത്ത് എന്താണ് ഉണ്ടാവുക? തീവ്ര ബുദ്ധി, അതായത് ഷാർപ്പ് ബ്രെയിൻ. നിങ്ങൾ നല്ല സ്മാർട്ടായിരിക്കും, നിങ്ങൾക്ക് നല്ല വിവേകമുണ്ടായിരിക്കും, നല്ല ബുദ്ധി ഉണ്ടായിരിക്കും. സ്വർണത്തിനും വെള്ളിക്കും പകരം, ആ ധനത്തിന് പകരം നിങ്ങളുടെ അടുത്ത് നല്ല ബുദ്ധിയായിരിക്കും ഉണ്ടാവുക. ऐसा धन संचित कर लेने पर तुम्हें कभी किसी प्रकार की कमी न रहेगी. ഇങ്ങനെയുള്ള ധനം നിങ്ങൾ സ്വരൂപിക്കുകയാണെങ്കിൽ, സഞ്ചിത് കർ ലേനെ പർ, നിങ്ങൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ, തുമേ കബി കിസി പ്രകാർ കി കമി ന രഹേഗി, നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. കിസി പ്രകാർ കി കമി ന രഹേഗി और तुम दूसरों की तुलना में 19 नहीं रहोगे. അതുകൂടാതെ നിങ്ങൾ ദൂസറോं की तुलना में, മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പുറകിലായി പോകില്ല. 19 नहीं रहोगे. 19 रहना എന്ന് പറഞ്ഞാൽ എന്താണ്? കം യോഗ്യ ഹോന, കിസിക്ക് പീച്ചെ ഹോന, അതായത് ഒരാൾക്ക് പിന്നിലായി പോകില്ല, ഒരു
ചെറിയ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ട് ആർക്കും പിന്നിലായി പോകില്ല, ഒരിക്കലും നിങ്ങൾ പുറകിലായി പോകില്ല അങ്ങനെയാണെങ്കിൽ എന്ന് അച്ഛൻ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ദൂസറോങ്കി തുലനാമ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. സമയ് ബീത്ത ഓർ കുച്ച് സമയ് പശ്ചാത് പിതാ ചൽ ബസെ. സമയ് ബീത്ത സമയം കടന്നുപോയി, കുറേ കാലങ്ങൾ കടന്നുപോയി. ഓർ കുച്ച് സമയ് പശ്ചാത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിതാ ചൽ ബസെ അതായത് പിതാവ് മരണപ്പെട്ടു. പിതാ ചൽ ബസെ എന്ന് പറഞ്ഞാൽ പിതാവ് മരണപ്പെട്ടു. ബേട്ടെ മിൽക്കർ ബേട്ടെ അതിനുശേഷം ആൺമക്കൾ ഒരുമിച്ച് ചേർന്നു. മിൽക്കർ ബേട്ടെ ഒരുമിച്ച് ചേർന്നിരുന്നു. ഉനോനെ സാരി സ്ഥിതി പർ വിചാരിക്കുക അവർ എല്ലാ സ്ഥിതിയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു. ഓർ ഫിർ പോലെ എന്നിട്ട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഹമാരെ ലിയെ യഹാ കുച്ച് ബി തോ കർണേക്കോ നഹി. നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. ഹമാരെ ലിയെ യഹാ കുച്ച് ബി തോ കർണേക്കോ നഹി. നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. ആവോ ഗൂം ഫിർക്കർ ജഗത് ദേക്കെ. വരൂ നമുക്ക് ചുറ്റിക്കറങ്ങിയിട്ട് ലോകം കാണാം. ഗൂം ഫിർക്കർ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങിയിട്ട്, ജഗത് ദേക്കെ ലോകം കാണാം. आवश्यकता होने पर हम चरवाहों या खेत में श्रमिकों का काम कर लेंगे. ആവശ്യം വരികയാണെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, പണത്തിനൊക്കെ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ചെറുവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെപ്പേഡായിട്ട് ജോലി ചെയ്യാം. അതായത് ആട്ടിടയന്മാരായിട്ട് നമുക്ക് ജോലി ചെയ്യാം. മൃഗങ്ങളെ മേയ്ക്കുന്ന ആൾക്കാണ് ചെറുവാഹം എന്ന് പറയുന്നത്. ആ ജോലി ചെയ്യാം. അല്ലെങ്കിൽ ഖേത്ത് മേ ശ്രമിക്കോം കാ കാം കർ ലേങ്കെ. ഖേത്ത് മേ പാടത്ത്, ഫീൽഡിൽ ശ്രമിക്കോം കാ കാം കർ ലേങ്കെ. ശ്രമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ്? തൊഴിലാളിയായിട്ട് ലേബറായിട്ട് ജോലി ചെയ്യാം, ഖേത്തിൽ ജോലി ചെയ്യാം. ഹം കഹി ബി ക്യോ നഹോ ഭൂക്കെ നഹി മരേങ്കെ. എന്ത് വന്നാലും എവിടെയാണെങ്കിലും നമ്മൾ ഒരിക്കലും വിശന്ന് മരിക്കില്ല, നമുക്ക് വിശപ്പ് അനുഭവിക്കേണ്ടി വരില്ല. ഹം കഹി ബി ക്യോ നഹോ, ഹം കഹി ബി എവിടെയാണെങ്കിലും, ക്യോ നഹോ എന്ത് വന്നാലും, ഭൂക്കെ നഹി മരേങ്കെ വിശപ്പ് കൊണ്ട് നമുക്ക് മരിക്കേണ്ടി വരില്ല. അതായത് നമുക്ക് വിശപ്പ് സഹിക്കേണ്ടി വരില്ല, നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് ജീവിക്കാം എന്നാണ് ഇവർ പറയുന്നത്. അന്തതഹ വേ തയ്യാർ ഹോക്കർ യാത്ര പർ ചൽ ദിയെ. അന്തതഹ എന്ന് പറഞ്ഞാൽ അറ്റ് ലാസ്റ്റ്, ഒടുവിൽ വേ തയ്യാർ ഹോക്കർ അവർ തയ്യാറായിട്ട്, യാത്ര പർ ചൽ ദിയെ യാത്ര പുറപ്പെട്ടു. അവർ ലോകം ചുറ്റിക്കറങ്ങാനായിട്ട് പുറപ്പെട്ടു. ഉനോനെ സുൻസാൻ വീരാൻ ഘാട്ടിയ ലാംഗി ഓർ ഊഞ്ചെ ഊഞ്ചെ പഹാഡോं को पार किया. അവരെന്ത് ചെയ്തു? ഉനോനെ സുൻസാൻ വീരാൻ അതായത് വിജനമായിട്ടുള്ള ഘാട്ടിയ താഴ്വരകൾ, ലാംഗി കടന്നു. വിജനമായിട്ടുള്ള താഴ്വരകളിലൂടെ അവർ കടന്നുപോയി. അവർ ഊഞ്ചെ ഊഞ്ചെ പഹാഡോं को पार किया. ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെയും അവർ മറികടന്നു. പാർ കിയ അതായത് മറികടന്നു. ഇസ് തരഹ് വേ ലഗാതാർ 40 ദിനോं തക് ചലത്തെ രഹെ. ഈ തരത്തിൽ അവർ തുടർച്ചയായിട്ട് 40 ദിവസം വരെ നടന്നുകൊണ്ടേയിരുന്നു. സുൻസാൻ വീരാൻ ഘാട്ടിയ എന്ന് പറഞ്ഞാൽ വിജനമായിട്ടുള്ള താഴ്വരകൾ, ലാംഗി കടന്നു. ഊഞ്ചെ ഊഞ്ചെ പഹാഡോ എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, പാർക്കിയ മറികടന്നു. സ്ഥലവേ ലഗാതാർ 40 ദിനോं തക് ചലത്തെ രഹെ. ഈ തരത്തിൽ ഈ രീതിയിൽ അവർ തുടർച്ചയായിട്ട് 40 ദിവസം വരെ നടന്നുകൊണ്ടേയിരുന്നു. उनके पास जितना खाने पीने का सामान था अब तक समाप्त हो गया था. അവരുടെ അടുത്ത് എത്രയാണോ ഖാനെ പീനേക്ക കഴിക്കാനും കുടിക്കാനുമൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നത്, അബ് തക് അപ്പോഴേക്കും സമാപ്ത് ഹോ ഗയാ താ അത് തീർന്നു പോയിരുന്നു. അത് സമാപ്ത് ഹോ ഗയാ താ എന്ന് പറഞ്ഞാൽ ഖത്തം ഹോ ഗയാ താ തീർന്നു പോയിരുന്നു. വേ ധക്കർ ചൂർ ഹോ ഗയത്തെ അവർ ക്ഷീണിച്ച്, ധക്കർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്ഷീണിച്ച് തളർന്നു പോയിരുന്നു. ചൂർ ഹോഗയത്തെ അങ്ങേയറ്റം അവർ ക്ഷീണിച്ചു പോയിരുന്നു, തളർന്നു പോയിരുന്നു. ഓർ ഉൻകെ പേരോമേ ചാലേ പടുകയത്തെ അതുകൂടാതെ അവരുടെ കാലിൽ മുറിവും ഉണ്ടായിരുന്നു. പേരോമേ ചാലേ പടിജാന എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്യാദ ചലനേക്കെ കാരൻ പേരോമേ ഗാവ് ഹോജാൻ, അതായത് ഒരുപാട് നടന്നാൽ കാലിൽ മുറിവുണ്ടാവുക. അതിനാണ് പേരോമേ ചാലേ പടിജാന എന്ന് പറയുന്നത്. കിന്തു സഡക് തീക്കി സമാപ്ത് ഹോനേക്കോ നഹി അരഹീത്തി. പക്ഷേ റോഡാണെങ്കിൽ അവസാനിക്കുന്നുമുണ്ടായിരുന്നില്ല. സഡക് എന്ന് പറഞ്ഞാൽ റോഡ്, കിന്തു പക്ഷേ, കി സമാപ്ത് ഹോനേക്കോ നഹി അരഹീത്തി അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. റോഡ് ഇങ്ങനെ വിജനമായിട്ട് മുന്നോട്ട് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരുന്നു. വേ ആരാം കർണേക്കേലിയെ റുക്കെ അവർ വിശ്രമിക്കാനായിട്ട് നിന്നു.
ഓർ പുനഃ ആകെ ജൽദി എന്നിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. अंत में उन्हें अपने सामने वृक्ष और मकान दिखाई दिए. അവസാനം അവർക്ക് മുന്നിൽ ഒരു വൃക്ഷവും ഒരു കെട്ടിടവും അവർ കണ്ടു. വേ ഏക് ബഡേ നഗർ കെ പാസ് പഹുഞ്ച് ഗയേ थे. അവരൊരു വലിയ നഗരത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരുന്നു. നഗർ എന്ന് പറഞ്ഞാൽ സിറ്റി, ഒരു വലിയ സിറ്റിയുടെ അടുത്ത് അവർ എത്തിച്ചേർന്നിരുന്നു. तीनों भाई बहुत प्रसन्न हुए. മൂന്ന് സഹോദരന്മാരും വളരെയധികം സന്തോഷിച്ചു. और शीघ्रता से पग बढ़ाने लगे. പിന്നീട് വേഗത്തിൽ, അതുകൂടാതെ വേഗത്തിൽ, ശീഘ്രതാസ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, പഗ് ബഡാനെ ലഗെ. പഗ് എന്ന് പറഞ്ഞാൽ പേരെന്നും പറയാം, കഥം എന്നും പറയാം. അതായത് അവർ ചുവട് വയ്ക്കാനായിട്ട് തുടങ്ങി, വേഗത്തിൽ ചുവട് വയ്ക്കാനായിട്ട് തുടങ്ങി, വേഗത്തിൽ നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവരിങ്ങനെ സിറ്റിയുടെ അടുത്തെത്താനായപ്പോൾ അവരിങ്ങനെ വേഗത്തിൽ നടക്കാനായിട്ട് തുടങ്ങി. ജബ് വേ നഗർ കെ ബിൽക്കുൽ നിക്കട്ട് പഹുഞ്ച് ഗയേ തോ सबसे बड़ा भाई अचानक रुका. ജബ് വേ നഗരക്കെ ബിൽക്കുൽ നിക്കട്ട്. ബിൽക്കുൽ നിക്കട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത്, നഗരത്തിൻ്റെ തൊട്ടടുത്ത് അവർ എത്താനായപ്പോൾ പहुंच गए तो सबसे बड़ा भाई എത്തിയപ്പോൾ सबसे बड़ा भाई ഏറ്റവും വലിയ സഹോദരൻ, മൂത്ത സഹോദരൻ അചാനക് റുക്ക പെട്ടെന്ന് നിന്നു. ഉസ്നെ ധർത്തി പർ ദൃഷ്ടി ഡാലി ഓർ ബോല. അദ്ദേഹം ഭൂമിയിലേക്ക് താഴേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു. ദൃഷ്ടി ഡാലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു. തോടി ഹി ദേർ പെഹലെ യഹാ സെ ഏക് ബഹുത് ബഡാ ഊണ്ട് ഗയാ ഹെ. കുറച്ച് സമയം മുമ്പ് ഇതിലെ ഒരു വലിയ ഒട്ടകം പോയിട്ടുണ്ട്. ഏക് ബഹുത് ബഡാ ഊണ്ട് ഗയാ ഹെ, ഒരു വലിയ ഒട്ടകം പോയിട്ടുണ്ട്. വേ തോട ഓർ ആകെ ഗയത്തോ മച്ലാബായി റുക്ക. അവർ കുറച്ചുകൂടെ, 3 പേരും കുറച്ചുകൂടെ മുന്നോട്ടെത്തിയപ്പോൾ, നടന്ന് മുന്നോട്ടെത്തിയപ്പോൾ മച്ലാബായി, അതായത് രണ്ടാമത്തെ സഹോദരൻ, ഇടയിലുള്ള സഹോദരൻ പറഞ്ഞു, നിന്നു. ഇടയിലുള്ള സഹോദരൻ അവിടെ നിന്നു. റുക്ക ഓർ സടക്ക് കെ ദോനോ ഓർ ദേഖർ ബോല. എന്നിട്ട് റോഡിൻ്റെ ഇരുവശവും നോക്കിയിട്ട് പറഞ്ഞു. ദോനോ ഓർ ഇരുവശവും, 2 സൈഡും നോക്കിയിട്ട് പറഞ്ഞു. സംഭവതഃ വഹ് ഊട്ട് ഏക് ആഖ് സെ നഹി ദേഖ് പാത്താ ഹോ. സംഭവതഃ എന്ന് പറഞ്ഞാൽ ഷായത്, ഒരു പക്ഷേ ആ ഒട്ടകത്തിന് ഒരു കണ്ണ് കാണില്ലായിരിക്കും. ഏക് ആഖ് സെ നഹി ദേഖ് പാത്താ ഹോ, ഒരു കണ്ണ് കാണില്ലായിരിക്കും. ഷായത്, ഒരു പക്ഷേ എന്നാണ് പറയുന്നത്. സംഭവതഃ വേ കുച്ച് ഓർ ആകെ ഗയേ തോ സബ്സെ ചോട്ടെ ഭായിനെ കഹ. അവർ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഏറ്റവും ഇളയ സഹോദരൻ, 3ാമത്തെ സഹോദരൻ പറഞ്ഞു, ചെറിയ സഹോദരൻ പറഞ്ഞു. ഊട്ട് പർ ഏക് മഹിള ഓർ ഏക് ബജ്ജ സവാർത്ത്. ഊട്ടിൻ്റെ മുകളിൽ, ഒട്ടകത്തിൻ്റെ മുകളിൽ ഒരു സ്ത്രീയും ഒരു കുട്ടിയും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ബിൽക്കുൽ സഹി ദോനോ ബഡേ ഭായിയോനെ കഹ. സത്യം തന്നെയാണ്, 2 മൂത്ത സഹോദരന്മാരും പറഞ്ഞു. ഓർ വേ തീനോ ഫിർ ആകെ ബഡ്ചലെ. എന്നിട്ട് 3 പേരും വീണ്ടും മുന്നോട്ട് നടന്നു. കുച്ച് സമയ പശ്ചാത്ത് ഏക് ഗുഡ് സവാർ ഉൻകെ പാസ് സെ നികല. കുറച്ച് സമയങ്ങൾക്ക് ശേഷം, ഒരു പശ്ചാത്ത് എന്ന് പറഞ്ഞാൽ ശേഷം, ഒരു കുതിര സവാരിക്കാരൻ അവരുടെ അടുത്തുകൂടെ കടന്നുപോയി. സബ്സെ ബഡേ ഭായിനെ ഉസ്കി ഓർ ദേഖർ പൂച്ച. ഏറ്റവും മൂത്ത സഹോദരൻ അദ്ദേഹത്തെ നോക്കിയിട്ട് ചോദിച്ചു. ഉസ്കി ഓർ ദേഖർ പൂച്ച, അദ്ദേഹത്തെ നോക്കിയിട്ട് ചോദിച്ചു. ഗുഡ് സവാർ തും കിസി കോയി ഹോയി വസ്തു കോ ഡൂണ്ട് രഹേ ഹോന. കുതിര സവാരിക്കാരാ, നിങ്ങൾ ഒരു കാണാതായിട്ടുള്ള സാധനത്തെ തിരയുകയല്ലേ? കിസി കോയി ഹോയി വസ്തുക്കോ, കാണാതായിട്ടുള്ള ഏതോ വസ്തുവിനെ നിങ്ങൾ തിരയുകയല്ലേ? ഡൂണ്ട് രഹേ ഹോന, നിങ്ങൾ തിരയുകയല്ലേ? ഗുഡ് സവാറിനെ കോടാ രോഗക്കർ ഉത്തർ ദിയ. അപ്പോൾ കുതിര സവാരിക്കാരൻ കുതിരയെ അവിടെ നിർത്തിയിട്ട് അതിന് മറുപടി പറഞ്ഞു. ഹാ എന്ന് പറഞ്ഞു. തുമാര ഊട്ട് ഖോ ഗയാ ഹെന. നിങ്ങളുടെ ഒട്ടകത്തെ നഷ്ടപ്പെട്ടിട്ടില്ലേ? സബ്സെ ബഡേ ഭായിനെ പൂച്ച, മൂത്ത സഹോദരൻ ചോദിച്ചു. അപ്പോൾ കുതിര സവാരിക്കാരൻ എന്ന് പറഞ്ഞു. ബഹുത് ബഡാസ, വലുതല്ലേ, വളരെ വലിയ ഒട്ടകമല്ലേ എന്ന് ചോദിച്ചു. എന്ന് കുതിര സവാരിക്കാരൻ പറഞ്ഞു. വ ഏക് ആഖ് സെ നഹി ദേഖ് പാത്താ ഹെന മച്ലെ ഭായിനെ പൂച്ച. അപ്പോൾ ഇടയിലുള്ള ഭായി, അതായത് രണ്ടാമത്തെ സഹോദരൻ ചോദിച്ചു. വ ഏക് ആഖ് സെ നഹി ദേഖ് പാത്താ ഹെന, അതിന് ഒരു കണ്ണ് കാണില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു. കുതിര സവാരിക്കാരൻ എന്ന് പറഞ്ഞു.
एक छोटे से बच्चे के साथ उस पर महिला सवार थी ना, सबसे छोटे भाई ने सवाल किया. അപ്പോൾ ഏറ്റവും ഇളയ സഹോദരൻ പിന്നീട് എന്താണ് ചോദിച്ചത്? एक छोटे से बच्चे के साथ ഉസ് പർ മഹിള സവാർത്തീന, ഒരു ചെറിയ കുഞ്ഞിനൊപ്പം അതിൽ ഒരു സ്ത്രീയും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ഏക് മഹിള, ഒരു സ്ത്രീയും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ഗുഡ് സവാറിനെ തീനോ ഭായിയോക്കോ ശങ്കാക്കി ദൃഷ്ടിസേ ദേക്ക. അപ്പോൾ കുതിര സവാരിക്കാരന് സംശയമായി. അദ്ദേഹം 3 സഹോദരന്മാരെയും സംശയത്തോടു കൂടി നോക്കി. ശങ്ക എന്ന് പറഞ്ഞാൽ സംശയം. സംശയത്തോടു കൂടി നോക്കി. ദൃഷ്ടിസേ ദേക്ക അവർ പോലെ, എന്നിട്ട് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് സംശയമായി, ഇവർക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? വലിയ ഊണ്ടാണ്, ബഡാസ ഊണ്ട് ഹേ, അതേപോലെ അതിനൊരു കണ്ണ് കാണില്ല, അതേപോലെ അതിൽ സ്ത്രീയും ഒരു കുട്ടിയും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇവർക്കെങ്ങനെ മനസ്സിലായി എന്ന് സംശയത്തോടു കൂടി അദ്ദേഹം നോക്കി. തോ തുമാരെ പാസ് ഹേ മേരാ ഊണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ട് എൻ്റെ ഒട്ടകം. തുരന്ത് ബത്താവോ തുമ്നെ ഉസ്കാ ക്യാ കിയ. പെട്ടെന്ന് പറഞ്ഞോളൂ, നിങ്ങൾ അതിനെന്താണ് ചെയ്തത്? തുമ്നെ ഉസ്കാ ക്യാ കിയ, നിങ്ങൾ എൻ്റെ ഒട്ടകത്തെ എന്താണ് ചെയ്തത്? തുരന്ത് ബത്താവോ, തുരന്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഹംനെ തുമാരെ ഊട്ട് കാ മുഹ് തക് നഹി ദേഖ. ഞങ്ങൾ നിങ്ങളുടെ ഊട്ടിനെ, നിങ്ങളുടെ ഒട്ടകത്തെ കണ്ടിട്ടൊന്നുമില്ല. ഭായിയോനെ ഉത്തർ ദിയ. സഹോദരന്മാരതിന് മറുപടി പറഞ്ഞു. തോ തുമേ ഉസ്കെ ബാരമേ സബീ ബാത്തെ കേസേ പത്താ ചലി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒട്ടകത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എങ്ങനെ മനസ്സിലായി? ഉസ്കെ ബാരമേ, അതിനെക്കുറിച്ച്, സബീ ബാത്തെ, എല്ലാ കാര്യങ്ങളും, കേസേ പത്താ ചലി, എങ്ങനെ മനസ്സിലായി എന്ന് കുതിരസവാരിക്കാരൻ അവരോട് ചോദിച്ചു. ക്യോങ്കി ഹം അപ്നി ആഖോ ഓർ ബുദ്ധി സേ കാം ലേന ജാനത്തെ ഹെ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ടും ബുദ്ധി കൊണ്ടും കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാം എന്ന് അവർ പറഞ്ഞു. 3 സഹോദരന്മാരും പറഞ്ഞു, ഞങ്ങൾ കണ്ണുകളും ബുദ്ധിയും ഉപയോഗിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്, ബുദ്ധിയും ഉപയോഗിക്കാറുണ്ട് എന്ന് അവർ പറഞ്ഞു. ഭായിയോനെ ഉത്തർ ദിയ. ശീഘ്രതാസെ ഉസ് ദിശാമേ അപ്നാ ഘോഡ ദൗഡാവോ. പെട്ടെന്ന് തന്നെ ഉസ് ദിശാമേ, ആ ഭാഗത്തേക്ക് അപ്നാ ഘോഡ ദൗഡാവും, നിങ്ങളുടെ കുതിരയെ ഓടിച്ചോളും, എന്നാൽ നിങ്ങൾക്ക് അതിനെ കിട്ടും, നിങ്ങളുടെ ഒട്ടകത്തെ ലഭിക്കുമെന്ന് ഈ 3 സഹോദരന്മാരും കുതിര സവാരിക്കാരനോട് പറയുന്നു. വഹാ തുമേ തുമാര ഊണ്ട് മിൽ ജായക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒട്ടകത്തെ ലഭിക്കും. നഹി ഊണ്ട് കെ സ്വാമീനെ ഉത്തർ ദിയ. ഇല്ല, ഊണ്ട് കെ സ്വാമി, ഊണ്ടിൻ്റെ ഒട്ടകത്തിൻ്റെ ആ സ്വാമി, അതായത് ഒട്ടകത്തിൻ്റെ മുതലാളി ആരായിരുന്നു? കുതിര സവാരിക്കാരൻ. അദ്ദേഹം പറഞ്ഞു, ഇല്ല. മേ ഉസ് ദിശാമേ നഹി ജാവുങ്ക. ഞാൻ ആ ഭാഗത്തേക്ക് പോവില്ല. മേരാ ഊണ്ട് തുമാരേ പാസ് ഹെ. എൻ്റെ ഒട്ടകം നിങ്ങളുടെ അടുത്താണ് ഉള്ളത്. ഓ തുമേ ഹി ഉസേ മുജേ ലൗട്ടാനാ പടേക. നിങ്ങൾ തന്നെ അതിനെ എനിക്ക് തിരിച്ചു നൽകണം. ലൗട്ടാന എന്ന് പറഞ്ഞാൽ തിരിച്ചു നൽകുക. നിങ്ങൾ തന്നെ അതിനെ എനിക്ക് തിരിച്ചു നൽകണം. ഹംനെ തോ തുമാരെ ഊണ്ട് കോ ദേഖാ തക് നഹി ഭായിയോനെ ചിന്തിത് ഹോത്തെ ഹുവേ കഹ. ഞങ്ങൾ നിങ്ങളുടെ ഒട്ടകത്തെ കണ്ടിട്ടു പോലുമില്ല. ദേഖാ തക് നഹി, കണ്ടിട്ടു പോലുമില്ല. ഭായിയോനെ, സഹോദരന്മാർ, ചിന്തിത് ഹോത്തെ ഹുവേ, ആശങ്കയോടെ. ചിന്തിത് ഹോക്കർ എന്ന് പറഞ്ഞാൽ പരേഷാൻ ഹോക്കർ, അതായത് ആശങ്കയോടെ പറഞ്ഞു. ലേക്കിൻ ഗുഡ് സവാർ ഉൻകി ഏക് ബി സുന്നേക്കോ തയ്യാർ നഹീത്ത. പക്ഷേ ആ കുതിര സവാരിക്കാരൻ അവർ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഏക് ബി സുന്നേക്കോ തയ്യാർ നഹീത്ത, അവർ പറയുന്ന ഒരു കാര്യം പോലും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഉസ്നെ അപ്നി തൽവാർ നിക്കാലി. അദ്ദേഹം തൻ്റെ വാള് പുറത്തെടുത്തു. और उसे ज़ोर से घुमाते हुए तीनों भाइयों को अपने आगे आगे चलने का आदेश दिया. എന്നിട്ട് അത് जोर से घुमाते हुए, അത് ശക്തിയായി ഇങ്ങനെ കറക്കിക്കൊണ്ട്, വാള് കറക്കിക്കൊണ്ട്, വീശിക്കൊണ്ട്, തീനോ ഭായിയോക്കോ, 3 സഹോദരന്മാരെയും അപ്പനെ ആകെ ആകെ ചലനേക്ക് ആദേശ് ദിയ, 3 സഹോദരന്മാരോടും തൻ്റെ മുന്നിലായിട്ട് നടക്കാനായിട്ട് ഓർഡർ ചെയ്തു. इस प्रकार वह उन्हें सीधे अपने देश के राजा के भवन में ले गया. ഇപ്രകാരം കുതിരസവാരിക്കാരൻ എന്ത് ചെയ്തു? ഈ 3 സഹോദരന്മാരെയും നേരെ, സീത എന്ന് പറഞ്ഞാൽ നേരെ, അപ്നെ ദേശ് കെ രാജാക്കെ ഭവൻ മേ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ, തൻ്റെ രാജ്യത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി.
इन तीनों भाइयों को സുരക്ഷാകർമ്മിयों को सौंपकर वह സ്വയം രാജാ के पास गया. ഈ 3 സഹോദരന്മാരെയും കാവൽക്കാരെ ഏൽപ്പിച്ചിട്ട്, സുരക്ഷാകർമ്മി എന്ന് പറഞ്ഞാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതായത് ഗാർഡ്സ്, കാവൽക്കാരെ സോപ്കർ അവരെ ഏൽപ്പിച്ചിട്ട് സ്വയം രാജാക്കെ പാസ് ഗയ, അദ്ദേഹം രാജാവിൻ്റെ അടുത്തേക്ക് പോയി. ഈ കുതിരസവാരിക്കാരൻ ഈ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. മേ അപ്പനെ രേവ്ഡോങ്കോ പഹോഡോം പർ ലിയേ ജാ രഹാ താ, ഞാൻ എൻ്റെ രേവ്ഡോങ്കോ, രേവ്ഡോ എന്ന് പറഞ്ഞാൽ എന്താണ്, ജൂണ്ട് യാ സമൂഹം, അതായത് ഈ കന്നുകാലികളുടെ കൂട്ടം, ഞാൻ എൻ്റെ കന്നുകാലികളുടെ കൂട്ടത്തെയായിട്ട് പഹോഡോം പർ, മലമുകളിലേക്ക്, പർവ്വതമുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കന്നുകാലിക്കൂട്ടത്തെ. ഉസ്നെ കഹ, അദ്ദേഹം പറഞ്ഞു, और मेरी पत्नी मेरे छोटे से बेटे के साथ एक बड़े से ऊँट पर मेरे पीछे पीछे आ रही थी. അതുകൂടാതെ എൻ്റെ ഭാര്യ എൻ്റെ ചെറിയ മകനോടൊപ്പം एक बड़े से ऊँट पर, ഒരു വലിയ ഒട്ടകത്തിന് മുകളിൽ എൻ്റെ പുറകിൽ ആ രഹീത്തി, പീച്ചെ എൻ്റെ പുറകിലായിട്ട് അങ്ങനെ വരികയായിരുന്നു. കന്നുകാലികളെ മേയ്ക്കാനായിട്ട്, കന്നുകാലികളുടെ കൂട്ടത്തെയായിട്ട് മലമുകളിലേക്ക് പോവുകയായിരുന്നു. എൻ്റെ ഭാര്യയും കുഞ്ഞും ഒരു വലിയ ഒട്ടകത്തിൻ്റെ പുറത്ത് എൻ്റെ പുറകിൽ അങ്ങനെ വരികയായിരുന്നു. കിസി കാരൻ ഉൻക ഊട്ട് പീച്ചെ രഹുകയ, എന്തോ കാരണം കൊണ്ട് അവരുടെ ഒട്ടകം പുറകിൽ തന്നെ അങ്ങ് തങ്ങിപ്പോയി. और वे रास्ते से भटक गया, അവർ വഴി തെറ്റിപ്പോയി, അവർക്ക് വഴി തെറ്റിപ്പോയി. വേ രാസ്തേ സെ ഭട്ടക് ഗയേ എന്ന് പറഞ്ഞാൽ അവർക്ക് വഴി തെറ്റിപ്പോയി. മേ ഉന്നെ ഡൂണ്ട്നെ ഗയാ തോ മുझे രാസ്തേ മേ 3 വ്യക്തി മിലേ, ഞാൻ അവരെ തിരയാനായിട്ട് പോയപ്പോൾ, അവരെ തിരഞ്ഞു പോയപ്പോൾ മുझे രാസ്തേ മേ, എനിക്ക് വഴിയിൽ 3 വ്യക്തി മിലേ, ഈ 3 വ്യക്തികളെ എനിക്ക് കിട്ടി, ഞാൻ കണ്ടു. ജോ പൈദൽ ചലേ ജാ രഹേ തെ, ഇവർ നടന്നു പോവുകയായിരുന്നു. മുझे പൂരാ വിശ്വാസ് ഹേ കി ഉനോനെ മേരാ ഊണ്ട് ചുരായാ ഹേ, എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവരാണ് എൻ്റെ ഒട്ടകത്തെ കട്ടെടുത്തത്. ചുരായ ഹേ അതായത് കട്ടെടുത്തു. ഓർ മേരി പത്നി തഥാ ബേട്ടെ കോ മാർ ഡാലാ ഹേ, എൻ്റെ ഭാര്യയെയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ മകനെയും ഇവർ കൊന്നുകളഞ്ഞതാണ്. तुम ऐसा क्यों समझते हो, जब वह व्यक्ति अपनी बात कह चुका तो രാജാനെ പൂച്ച. അപ്പോൾ അദ്ദേഹം ഇത് രാജാവിനോടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ രാജാവ് എന്താ ചോദിച്ചത്, തും ഏസാ ക്യോ സമജ്തേ ഹോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്, അതെന്താ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്, അവരാണ് നിങ്ങളുടെ ഒട്ടകത്തെ കട്ടെടുത്തത്, നിങ്ങളുടെ ഭാര്യയും മകനെയും കൊന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്. इसलिए कि मैंने उन लोगों से इस संबंध में एक भी शब्द नहीं कहा था. അത് എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മേനെ ഉൻ ലോകോസെ, ഞാൻ ഇവരോട്, ഈ 3 സഹോദരന്മാരോടും ഇസ് സംബന്ധി, ഈ കാര്യത്തെക്കുറിച്ച്, ഇതിനെ സംബന്ധിച്ച് ഏക് ബി ശബ്ദ നഹി കഹാത, ഒരു വാക്ക് പോലും പറഞ്ഞിരുന്നില്ല. ഫിർ ബി ഉനോനെ മുझे യഹ് ബതായ, എന്നിട്ടും അവരെന്നോട് ഇത് പറഞ്ഞു. കി ഊണ്ട് ബഹുത് ബടാത, ഒട്ടകം വളരെ വലുതായിരുന്നു. ഓർ ഏക് ആങ്ക് സെ നഹി ദേഖ് പാതാത, അതിനൊരു കണ്ണ് കാണില്ലായിരുന്നു. തഥാ ഉസ് പർ ഏക് മഹിളാ ബച്ചെ കെ സാത്ത് സവാർത്തി, അതുകൂടാതെ അതിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു എന്നവർ പറഞ്ഞു. ഞാൻ ചോദിക്കാതെ തന്നെ പറഞ്ഞു എന്ന് കുതിരസവാരിക്കാരൻ രാജാവിനോട് പറയുന്നു. രാജാനെ തോടി ദർ സോച്ച് വിചാർ കിയ ഓർ ഫിർ ബോല, രാജാവ് എന്ത് ചെയ്തു, കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു, ചിന്തിച്ചു, എന്നിട്ട് പിന്നീട് പറഞ്ഞു. जैसा कि तुम कहते हो, तुम्हारे बताए बिना ही तुम्हारे ऊँट के विषय में उन्होंने सभी कुछ इतनी अच्छी तरह से बताया है, तो अवश्य उन्होंने उसे चुराया होगा. അപ്പോൾ രാജാവ് ഒന്ന് ചിന്തിച്ചിട്ട് എന്താണ് പറഞ്ഞത്, ജേസാക്കി തും കഹത്തെ ഹോ, നിങ്ങൾ പറയുകയാണല്ലോ, തുമാരെ ബത്തായ ബിനാഹി, നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ഊണ്ടിനെക്കുറിച്ച്, ഊണ്ടിൻ്റെ കാര്യം, നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ കാര്യങ്ങൾ ഇവർ, ഈ സഹോദരന്മാർ സബി കുച്ച് ഇത്തിനി അച്ചി തര ബത്തായ, ഇത്രയ്ക്ക് നന്നായിട്ട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഇത്ര നന്നായിട്ട് പറഞ്ഞു. തോ അവശ്യ ഉനോനെ ഉസേ ചുരായ ഹോക, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അവർ തന്നെയായിരിക്കും നിങ്ങളുടെ ഒട്ടകത്തെ കട്ടെടുത്തത്. ജാവോ ഉൻ ചോറോങ്കോ യഹാലാവോ, പോയിട്ട് ആ കള്ളന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരും. ചോറോങ്കോ, ആ കള്ളന്മാരെ, ചോരെന്ന് പറഞ്ഞാൽ കള്ളൻ, ആ കള്ളന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരും.
ഊണ്ട് കാ സ്വാമി ബാഹർ ഗയ. അപ്പോൾ ഈ കുതിര സവാരിക്കാരൻ, ഊണ്ട് കാ സ്വാമി എന്ന് പറഞ്ഞാൽ കുതിര സവാരിക്കാരൻ, അദ്ദേഹം പുറത്തേക്ക് പോയി. ഓർ തീനോ ഭായിയോ കോ സാത്ത് ലേക്കർ ജഡ്പെട്ട് അന്തരായ. എന്നിട്ട് 3 സഹോദരന്മാരെയും കൂടെ കൂട്ടിയിട്ട് പെട്ടെന്ന് അകത്തേക്ക് വന്നു. ചോരോ തുരന്ത് ബത്താവോ, കള്ളന്മാരെ പെട്ടെന്ന് തന്നെ പറയൂ. രാജാവിനെ ധംകാത്തെ ഹോയെ ബോല, രാജാവ് അവരോട് ഷൗട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. തുരന്ത് ഉത്തർ ദോ, തുമ്നെ ഈസ് ആദ്മി കാ ഊണ്ട് കഹാ ചിപ്പായ ഹെ, പെട്ടെന്ന് പറയൂ, നിങ്ങൾ ഈ ആദ്മിയുടെ, ഈ മനുഷ്യൻ്റെ ഒട്ടകത്തെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്? ഹം ചോർ നഹി ഹെ, ഹംനെ ഇസ്ക ഊണ്ട് കബി നഹി ദേക്ക, ഞങ്ങൾ കള്ളന്മാരല്ല, ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. ഭായിയോനെ ഉത്തർ ദിയ, സഹോദരന്മാരതിന് മറുപടി പറഞ്ഞു. തബ് രാജാ ബോല, ഇസ് വ്യക്തിക്ക് കുച്ച് ബി ബത്തായെ ബിന തുമ്നെ ഊണ്ട് കെ വിഷയമേ സബ് കുച്ച് ബിൽക്കുൽ സഹി ബത്താ ദിയ. അപ്പോൾ രാജാവ് എന്തു പറഞ്ഞു? തബ് രാജാ ബോല, ഇസ് വ്യക്തിക്ക് കുച്ച് ബി ബത്തായെ ബിന, ഈ വ്യക്തി ഒന്നും പറയാതെ തന്നെ നിങ്ങൾ ഊണ്ട് കെ വിഷയമേ, നിങ്ങൾ ഒട്ടകത്തെക്കുറിച്ച് സബ് കുച്ച് ബിൽക്കുൽ സഹി ബത്താ ദിയ, എല്ലാ കാര്യങ്ങളും ശരിയായി തന്നെ പറഞ്ഞു, ശരിയായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അബ് തും യഹ് കഹനെ കാ കേസെ സാഹസ് കർത്തെ ഹോ കി തുമ്നെ ഉസേ നഹി ചുരായ, ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നത്, ഞങ്ങളല്ല അതിനെ കട്ടെടുത്തത് എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നത്? സാഹസ് കർത്തെ ഹോ കി തുമ്നെ ഉസേ നഹി ചുരായ. മഹാരാജ് ഇസ്മേ തോ ആശ്ചര്യ കി കോയി ബാത് നഹി ഹെ, മഹാരാജാവേ ഇതിൽ ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഭായിയോനെ ഉത്തർ ദിയ, സഹോദരന്മാരതിന് മറുപടി പറഞ്ഞു. ബച്പൻ സേ ഹി ഹമേ ഏസി ആദത് പട് ഗയി ഹെ കി ഹം കുച്ച് ബി അപ്നി ദൃഷ്ടി സെ നഹി ചൂക്നെ ദേത്തെ, കുട്ടിക്കാലം മുതലേ തന്നെ ഹമേ ഏസി ആദത് പട് ഗയി ഹെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ട്. കി ഹം കുച്ച് ബി അപ്നി ദൃഷ്ടി സെ നഹി ചൂക്നെ ദേത്തെ, ഒന്നും ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് പോകാൻ അനുവദിക്കില്ല. അതായത് ഞങ്ങളെല്ലാം നോക്കിക്കാണും, എല്ലാം മനസ്സിലാക്കും, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കണ്ട് മനസ്സിലാക്കും. ദൃഷ്ടി സെ നഹി ചൂക്നെ ദേത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താറില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കണ്ട് മനസ്സിലാക്കും. हमने अपने परिवेश को पैनी दृष्टि से देखने और बुद्धि से सोचने के प्रयास में बहुत समय लगाया है. ദൃഷ്ടി സെ നഹി ചൂക്നെ ദേത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ട് മനസ്സിലാകാനുള്ള അവസരം ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല, എല്ലാം ഞങ്ങൾ നന്നായിട്ട് നിരീക്ഷിക്കും, കണ്ട് മനസ്സിലാക്കും. ഹംനെ അപ്നെ പരിവേഷ് കോ പൈനി ദൃഷ്ടി സെ ദേഖ്നെ ഓർ ബുദ്ധി സെ സോച്ചനെ കെ പ്രയാസ് മേ ബഹുത് സമയ ലഗായാ ഹെ. പൈനി ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എല്ലാ കാര്യങ്ങളും ബാരീക്കി സെ ദേഖ്നെ ഓർ സമജ്നേക്ക്, അതായത് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അപ്പോൾ ഹംനെ അപ്നെ പരിവേഷ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളെ, ആസ്പാസ് കി ജഗയ വാതാവരൺ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ നന്നായിട്ട് നിരീക്ഷിക്കുമായിരുന്നു, സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമായിരുന്നു. और बुद्धि से सोचने के प्रयास में बहुत समय लगा, ഞങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് അതേക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുകയും ചെയ്യും, അതിന് വളരെ സമയമെടുത്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ നന്നായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കും. ഇസിലിയെ ഉട്കോ ദേഖെ ബിനാ ഹി ഹംനെ ബത്താ ദിയാ കി വഹ് കേസാ ഹെ, അതുകൊണ്ട് ഒട്ടകത്തെ കാണാതെ തന്നെ, ദേഖെ ബിനാ ഹി കാണാതെ തന്നെ, ഹംനെ ബത്താ ദിയ ഞങ്ങൾ പറഞ്ഞു, കി വഹ് കേസാ ഹെ അതെങ്ങനെയുള്ളതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. രാജ ഹസ്ദിയ, ഇത് കേട്ടപ്പോൾ രാജാവ് ചിരിച്ചു. കിസി കോ ഭി ദേഖെ ബിനാ ഹി ഉസ്കെ വിഷയമേ ക്യാ ഇത്തന കുച്ച് ജാന സംഭവ് ഹോ സക്താ ഹെ, ഏതെങ്കിലും കാര്യം കാണാതെ അതേക്കുറിച്ച്, ആ വിഷയത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയുക, അത് സംഭവമാണ്, അതായത് അത് നടക്കുന്ന കാര്യമാണോ? ഉസ്നെ പൂച്ച, രാജാവ് ചോദിച്ചു. ഹാ സംഭവ് ഹെ, ഭായിയോനെ ഉത്തർ ദിയ. അപ്പോൾ സഹോദരന്മാരതിന് മറുപടി പറഞ്ഞു, ഹാ സംഭവ് ഹെ, അത് നടക്കും. तो ठीक है हम अभी तुम्हारी सच्चाई की जांच कर लेंगे. അപ്പോൾ രാജാവ് പറഞ്ഞു, എങ്കിൽ ശരി, ഹം അബി, ഞങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ സത്യം പുറത്തു കൊണ്ടുവരും, തെളിയിക്കും, നിങ്ങളുടെ കള്ളത്തരം തെളിയിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ കള്ളം പറയുകയാണോ, നിങ്ങളുടെ സത്യാവസ്ഥ എന്താണ്, അത് ഞാനിപ്പോൾ പുറത്ത് കൊണ്ടുവരും, തെളിയിക്കും. राजा ने उसी समय अपने मंत्री को बुलाया और उसके कान में कुछ फुसफुसाया. രാജാവ് അപ്പോൾ തന്നെ മന്ത്രിയെ വിളിച്ചു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ഫുസ്ഫുസായ എന്ന് പറഞ്ഞാൽ, ഫുസ്ഫുസാന എന്ന് പറഞ്ഞാൽ എന്താണ്? ധീരേസെ ബോൽന,
ധീമി ആവാസമേ ബോൾന അതായത് മെല്ലെ പറയുക, ചെറിയ ശബ്ദത്തിൽ പറയുക. എന്തോ മന്ത്രിയുടെ ചെവിയിൽ രാജാവ് പറഞ്ഞു. മന്ത്രി തുരന്ത് മഹൽ കെ ബാഹർ ചലാഗയ. മന്ത്രി എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ മഹൽ കെ ബാഹർ കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് പോയി. ലേക്കിൻ ശീഘ്ര ഹി വഹ് ദോ സേവകോं के साथ ലൗട്ട. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹം ദോ സേവകോं के साथ 2 സേവകന്മാരോടൊപ്പം തിരിച്ചു വന്നു. ജോ ഏക് ബഹുത് ബഡി സി പേട്ടി ലായേ തെ. സേവകന്മാരുടെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ബഹുത് ബഡി സി, വളരെ വലിയ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അവർ ആ വലിയ ബോക്സുമായിട്ടാണ് വന്നത്. दोनों ने पेटी को बहुत सावधानी से द्वार के पास ऐसे रख दिया कि वह राजा को दिखाई दे. രണ്ടുപേരെന്തു ചെയ്തു? പെട്ടിയെ, ആ ബോക്സ് വളരെ സാവധാനത്തിലും ശ്രദ്ധയോടുകൂടി, സാവധാനീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ആ ദ്വാരക്കെ പാസ് കവാടത്തിൻ്റെ അടുത്ത് ഏസെ രക്തിയ അങ്ങനെ വെച്ചു. കിവ രാജാക്കോ ദിക്കായിദേ, രാജാവ് കാണുന്ന രീതിയിൽ ശ്രദ്ധയോടുകൂടി ആ ബോക്സ് അവരവിടെ വെച്ചു, കവാടത്തിൻ്റെ മുന്നിലായിട്ട് അടുത്തായിട്ട്. അവർ സ്വയം ഏക് ഓർ ഹട്ടുകയെ, എന്നിട്ട് 2 പേരും ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. തീനോ ഭായി ദൂർ സെ ഖഡെ ഉനെ ദേഖ്തേ രഹെ. 3 സഹോദരന്മാരും ദൂരെ നിന്നുകൊണ്ട് അത് നോക്കി നിന്നു, ഈ ബോക്സ് നോക്കി നിന്നു. उन्होंने इस बात को ध्यान से देखा कि पेटी कहाँ से और कैसे लाई गई थी. അവർ ഈ കാര്യം ശ്രദ്ധയോടുകൂടി നോക്കുന്നുണ്ടായിരുന്നു. ഈ ബോക്സ് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് കൊണ്ടുവന്നത്. ഓർ കിസ് ഡങ്ക് സെ രക്കി ഗയി ഹെ, ഏത് രീതിയിലാണ് അത് വെച്ചത്. ഇതൊക്കെ ഇവർ 3 പേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ബോക്സ് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് കൊണ്ടുവന്നത്, ഓർ ഇതെങ്ങനെ വെച്ച രീതിയും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹാ तो चोरो हमें बताओ कि उस पेटी में क्या है, राजा ने कहा. രാജാവ് എന്തു പറഞ്ഞു? ഹാ തോ ചോരോ, കള്ളന്മാരെ, ഹമേ ബത്താവോ, എനിക്ക് പറഞ്ഞു തരൂ, കി ഉസ് പേട്ടി മേ ക്യാ ഹെ, ആ ബോക്സിൽ എന്താണ് എന്നെനിക്ക് പറഞ്ഞു തരൂ. മഹാരാജ്, हम तो पहले ही यह विनती कर चुके हैं कि हम ചോർ नहीं है. വിനത്തി കർണ എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക എന്ന അർത്ഥവുമുണ്ട്, വാദിക്കുക എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ മഹാരാജാവെ, ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞതാണ് ഞങ്ങൾ കള്ളന്മാരല്ല എന്ന് 3 സഹോദരന്മാരും പറയുകയാണ്. വിനത്തി കർ ചുക്കേ ഹേ കി ഹം ചോർ നെഹി ഹെ. വിനത്തി കർണ എന്ന് പറഞ്ഞാൽ ടു പ്ലീഡ്, അതായത് അപേക്ഷിക്കുക അല്ലെങ്കിൽ വാദിക്കുക എന്ന അർത്ഥമൊക്കെയുണ്ട്. सबसे बड़े भाई ने कहा, അപ്പോൾ ഏറ്റവും മൂത്ത സഹോദരൻ പറഞ്ഞു, पर यदि आप चाहते हैं तो मैं आपको यह बता सकता हूँ कि उस पेटी में क्या है. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും, ഈ ബോക്സിൽ എന്താണുള്ളതെന്ന്. യദി അഥവാ ആപ് ചാഹത്തെ ഹെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, തോ എങ്കിൽ മേ ആപ്കോ യഹ് ബത്താ സക്താ ഹൂँ, എനിക്കിത് നിങ്ങൾക്ക് പറഞ്ഞു നൽകാൻ കഴിയും. कि उस पेटी में क्या है, ആ ബോക്സിൽ എന്താണ്. ഉസ്മേ കോയി ചോട്ടി സി ഗോൾ വസ്തു ഹെ, അതിൽ എന്തോ ഒരു ചെറിയ ഉരുണ്ട വസ്തുവാണ്, ഗോലായിട്ടുള്ള വസ്തുവാണ്. ഉസ്മേ അനാർ ഹെ, മജ്ലബായി ബോല. അപ്പോൾ 2ാമത്തെ സഹോദരൻ എന്ത് പറഞ്ഞു? അതിൽ അനാറാണ്, ഉറുമാമ്പഴം, പോമോഗ്രാനൈറ്റ്, അതിൽ അനാറാണെന്ന് പറഞ്ഞു. ഹാ ഓർ വഹ് അബി കച്ചാ ഹെ സബ്സെ ചോട്ടെ ബായിനെ കഹ. ചെറിയ സഹോദരൻ എന്ത് പറഞ്ഞു? ഇളയ സഹോദരൻ പറഞ്ഞു, ഹാ ഓർ വഹ് അബി കച്ചാ ഹെ, അതിപ്പോൾ പച്ചയാണ്, അത് പാകമായിട്ടില്ല, പച്ചയാണ്. ചോട്ടെ ബായിനെ കഹ. ये सुनकर राजा ने पेटी को पास लाने का आदेश दिया. ഇത് കേട്ടപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ആ ബോക്സ് അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് ഓർഡർ ചെയ്തു. സേവകോനെ തുരന്ത് ആദേശ് പൂരാക്കിയ. അപ്പോൾ സേവകന്മാരെന്ത് ചെയ്തു? ആ ഓർഡർ പൂർത്തീകരിച്ചു. അവരത് ആ ബോക്സ് എടുത്ത് രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു. രാജാനെ സേവകോൻസെ പേട്ടി ഖോൽനെ കേലിയെ കഹ. രാജാവ് സേവകന്മാരോട് ആ പെട്ടി തുറക്കാനായിട്ട് പറഞ്ഞു. പേട്ടി ഖുൽ ജാനെ പർ ഉസ്മേ ജാക്ക. അപ്പോൾ ഈ ബോക്സ് തുറന്നു കഴിഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്തു? അതിലേക്ക് എത്തി നോക്കി. ജാക്ക എന്ന് പറഞ്ഞാൽ എത്തി നോക്കി. ജബ് ഉസെ ഉസ്മേ കച്ച അനാർ ദിക്കായി ദിയാ തോ ഉസ്കെ ആശ്ചര്യ കി കോയി സീമ ന രഹി.
ജബ് ഉസെ ഉസ്മേ കച്ച അനാർ ദിഖായി ദിയ. രാജാവ് എന്താണ് ആ പെട്ടിക്കകത്ത് കണ്ടത്? പച്ച അനാർ, പച്ച ഉറുമാമ്പഴം, പാകമാകാത്ത ഉറുമാമ്പഴം കണ്ടു. അപ്പം അദ്ദേഹം വളരെയധികം ആശ്ചര്യപ്പെട്ടു. ആശ്ചര്യക്ക് കോയി സീമാനരഹി എന്ന് പറഞ്ഞാൽ വളരെയധികം ആശ്ചര്യപ്പെട്ടു. आश्चर्यचकित राजा ने अनार निकालकर वहाँ उपस्थित सभी लोगों को दिखाया. അപ്പോൾ ആശ്ചര്യചകിതനായ രാജാവ് എന്ത് ചെയ്തു? ഈ അനാർ പുറത്തേക്കെടുത്ത്, ബോക്സിൽ നിന്ന് പുറത്തേക്കെടുത്തിട്ട് അവിടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും കാണിച്ചു കൊടുത്തു. തബ് ഉസ്നെ ഊണ്ട് കെ മാലിക് സെ കഹ. അപ്പോൾ അദ്ദേഹം ഈ ഊണ്ട് കെ മാലിക്, അതായത് കുതിര സവാരിക്കാരനോട് പറഞ്ഞു, രാജാവ് പറഞ്ഞു, ഇൻ ലോഗോനെ യെ സ്പഷ്ട കർ ദിയാ ഹെ കി യെ ചോർ നഹി ഹെ. ഈ ആളുകൾ ഇത് തെളിയിച്ചിട്ടുണ്ട്, ഈ 3 സഹോദരന്മാരും ഇത് തെളിയിച്ചിട്ടുണ്ട്, അവർ കള്ളന്മാരല്ല. വാസ്തവമേ യെ ബഹുത് ഹി ബുദ്ധിമാൻ ലോഗ് ഹെ. വാസ്തവത്തിൽ ഇവർ വളരെയധികം ബുദ്ധിമാന്മാരായ ആളുകളാണ്. തും ഇൻകെ ബത്തായ രാസ്തേ പർ ജാക്കർ അപ്നെ ഊണ്ട് കോ ഖോജോ. നിങ്ങൾ ഇവർ പറയുന്ന വഴിയിലൂടെ പോയിട്ട് നിങ്ങളുടെ ഒട്ടകത്തെ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു. ഖോജന എന്ന് പറഞ്ഞാൽ തിരയുക. राजा के महल में उस समय उपस्थित सभी लोगों के आश्चर्य का कोई ठिकाना न था. രാജാക്കെ മഹൽമേ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആ സമയത്ത് ഉപസ്ഥിതരായിരുന്ന, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും വളരെയധികം ആശ്ചര്യപ്പെട്ടു. ആശ്ചര്യക്ക കോയി ടിക്കാന എന്നാത്ത എന്ന് പറഞ്ഞാൽ വളരെയധികം ആശ്ചര്യപ്പെട്ടു. കിന്തു സബ്സെ ബഡ്കർ തോ സ്വയം രാജാ ചകിത. പക്ഷേ ഏറ്റവും കൂടുതൽ എന്താണ്, രാജാവ് തന്നെ ആശ്ചര്യചകിതനായി നിൽക്കുകയായിരുന്നു. ഉസ്നെ സബി തരഹ്കെ അച്ഛേ ഒരു സ്വാദിഷ്ട ഭോജൻ മങ്കുവായ. അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ തരത്തിലുള്ള നല്ല സ്വാദിഷ്ടമായ ആഹാരങ്ങൾ കൊണ്ടുവരിപ്പിച്ചു ഇവർക്ക് വേണ്ടിയിട്ട്, സഹോദരന്മാർക്ക് വേണ്ടിയിട്ട്. ഓർ ലഗ ഇൻ ബായിയോങ്കി ആവ് ഭഗത് കർണെ. എന്ത് ചെയ്തു? ഇവരെ സൽക്കരിച്ചു. ആവ് ഭഗത് കർണ എന്ന് പറഞ്ഞാൽ ആദർ സത്കാർ കർണ, അതായത് ആതിഥ്യ മര്യാദകളൊക്കെ ചെയ്ത് ഇവരെ സൽക്കരിച്ചു. നല്ല ഭക്ഷണമൊക്കെ നൽകിയിട്ട് ഈ 3 സഹോദരന്മാരെയും അദ്ദേഹം സൽക്കരിച്ചു. തും ലോഗ് ബിൽക്കുൽ നിർദോഷ് ഹോ ഓർ ജഹാ ഭി ജാനാ ചാഹോ ജാ സക്തേ ഹോ. നിങ്ങൾ നിരപരാധികളാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്ന് രാജാവ് 3 സഹോദരന്മാരോടും പറഞ്ഞു. നിർദോഷ് എന്ന് പറഞ്ഞാൽ നിരപരാധി. കിന്തു ജാനെ സെ പെഹ്ലെ തും മുझे സാരി ബാത് വിസ്താർ കെ സാത്ത് ബത്താओ. പക്ഷേ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരണം. तुम्हें यह कैसे पता चला कि उस व्यक्ति का ऊँट खो गया है और तुमने ये कैसे जाना कि ऊँट कैसा था. നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായി? कि उस व्यक्ति का ऊँट खो गया है, ആ വ്യക്തിയുടെ ഒട്ടകത്തെ കാണാതായിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? और तुमने यह कैसे जाना कि ऊँट कैसा था, ആ ഊണ്ട് എങ്ങനെയുള്ളതായിരുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി, എങ്ങനെ അറിയാൻ കഴിഞ്ഞു? सबसे बड़े भाई ने कहा. മൂത്ത സഹോദരൻ പറഞ്ഞു, ധൂൽ पर उसके पैरों के चिन्हों से मुझे पता चला कि कोई बहुत बड़ा ऊँट वहाँ से गया है. ധൂൽ पर അതായത് മിട്ടി पर, മണ്ണിൽ ഈ ഒട്ടകത്തിൻ്റെ കാലടയാളമുണ്ടായിരുന്നു. പേരോക്കെ ചിഹ്ന, അതായത് കാൽപാദത്തിൻ്റെ അടയാളമുണ്ടായിരുന്നു. तो मुझे पता चला कि कोई बहुत बड़ा ऊँट वहाँ से गया है. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു വലിയ ഒട്ടകം അതിലെ പോയിട്ടുണ്ട്. जब मैंने अपने पास से जाने वाले घुड़सवार को अपने चारों ओर नज़र दौड़ाते देखा तो उसी समय मेरी समझ में यह बात आ गई कि वह क्या खोज रहा है. जब मैंने अपने पास से जाने वाले, എൻ്റെ തൊട്ടടുത്തൂടെ പോകുന്ന घुड़सवार കുതിരസവാരിക്കാരനെ अपने चारों ओर नज़र दौड़ाते देखा. കുതിരസവാരിക്കാരൻ ചുറ്റുപാടും ഇങ്ങനെ തിരയുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഉസി സമയം മേരി സമജ്മേ യഹ് ബാത് ആ ഗയി. ആ സമയം തന്നെ എനിക്കിത് മനസ്സിലായി. कि वह क्या खोज रहा है, അദ്ദേഹം എന്താണ് തിരയുന്നത് എന്നെനിക്ക് മനസ്സിലായി. बहुत अच्छा, രാജാനെ കഹ. വളരെ നല്ലത്, രാജാവ് പറഞ്ഞു. अच्छा अब यह बताओ कि तुम में से किसने इस घुड़सवार को यह बताया कि उसका ऊँट एक ही आँख से देख पाता है. ശരി, ഇനി ഇത് പറയൂ, നിങ്ങളിൽ ആരാണ് കുതിരസവാരിക്കാരനോട് ഈ കാര്യം പറഞ്ഞത്?
കി ഉസ്ക ഊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒട്ടകം ഒരു കണ്ണുകൊണ്ട് മാത്രമേ, അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിന് ഒരു കണ്ണ് മാത്രമേ കാണുകയുള്ളൂ. ഏക് ഹി ആങ്ക് സേ ദേഖ് പാത്ത ഹെ, ഒരു കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന് ആരാണ്, നിങ്ങളിൽ ആരാണ് പറഞ്ഞത് കുതിരസവാരിക്കാരനോട്? ഉസ്കാ തോ സഡക് പർ ചിഹ്ന നഹി രഹാ ഹോഗ, അതിൻ്റെ ഒരു അടയാളവും റോഡിൽ ഉണ്ടാവില്ല. ഉസ്കാ തോ സഡക് പർ ചിഹ്ന നഹി രഹാ ഹോഗ, അതായത് ഒരു കണ്ണ് കാണില്ല, അപ്പം അതിന് ഒരടയാളവും റോഡിൽ ഉണ്ടാകില്ല. അപ്പം നിങ്ങളിൽ ആരാണ് കുതിരസവാരിക്കാരനോട് പറഞ്ഞത്? രാജാവ് ചോദിച്ചു. मैंने इस बात का अनुमान ऐसे लगाया कि സഡക്ക് കി ദായി ഓർ കി ഘാസ് തോ ഊണ്ടിനെ ചരീത്തി, ഞാൻ ഇക്കാര്യം ഇങ്ങനെയാണ് ഊഹിച്ചത്. അനുമാൻ ലഗാന എന്ന് പറഞ്ഞാൽ ഊഹിക്കുക. കി സഡക്ക് കി ദായി ഓർ കി ഘാസ്, റോഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള വലത് ഭാഗത്തുള്ള പുല്ല് ഊണ്ടിനെ ചരീത്തി. ചർണ എന്ന് പറഞ്ഞാൽ മേയുക എന്നാണ് അർത്ഥം. അപ്പോൾ ഊണ്ടത് കഴിച്ചിരുന്നു, ഭക്ഷിച്ചിരുന്നു, ഒട്ടകം ഭക്ഷിച്ചിരുന്നു. മഗർ ബായി ഓർക്കി ഘാസ് ജോങ്കി ത്യോന്തി, ജോങ്കി ത്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ഇടതുഭാഗത്തുള്ള, റോഡിന് ഇടതുഭാഗത്തുള്ള പുല്ല് അങ്ങനെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇതാരാണ് പറഞ്ഞത്? മജ്ലെ ബായിനെ ഉത്തർദിയ, രണ്ടാമത്തെ സഹോദരൻ അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ രാജാവ് എന്തു പറഞ്ഞു? ബഹുത് ഉത്തം, വളരെ നല്ലത്. രാജാനെ കഹ, തുമ്മേ സെ യഹ് അനുമാൻ കിസ്നെ ലഗായാ താക്കി ഉസ് പർ ബच्चे के साथ एक महिला सवार थी, നിങ്ങളിൽ ആരാണ് ഇത് ഊഹിച്ചെടുത്തത്? കി ഉസ് പർ, ആ ഒട്ടകത്തിൻ്റെ പുറത്ത് ബच्चे के साथ, ഒരു കുട്ടിയോടൊപ്പം, ഒരു കുഞ്ഞിനോടൊപ്പം ഒരു സ്ത്രീയും യാത്ര ചെയ്തിരുന്നു എന്ന് നിങ്ങളിൽ ആരാണ് ഊഹിച്ചത്? മേനെ, സബ്സെ ചോട്ടെ ബായിനെ ഉത്തർദിയ, ഞാനാണ് എന്ന് ഇളയ സഹോദരൻ മറുപടി പറഞ്ഞു. മേനെ ദേഖാ കി ഏക് സ്ഥാൻ പർ ഊണ്ട് കെ ഗുട്നെ ടേക്ക് കർ ബൈഠനെ കെ ചിഹ്ന ബനെ ഹുവേ തെ, ഞാൻ കണ്ടു ഒരു സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തി ഇരുന്ന ആ അടയാളമുണ്ടായിരുന്നു. ഉൻകെ പാസ് ഹി രേത് പർ ഏക് മഹിളാക്കെ ജൂത്തോ കെ ചിഹ്ന ദിക്കായി ദിയെ, അതിനടുത്തായി തന്നെ ഏക് മഹിളാക്കെ ജൂത്തോ കെ ചിഹ്ന ദിക്കായി ദിയെ, ഒരു സ്ത്രീയുടെ ചെരുപ്പിൻ്റെ അടയാളം കണ്ടു. സാധ് ഹി ചോട്ടെ ചോട്ടെ പേരോ കെ ചിഹ്നത്തെ, അതോടൊപ്പം തന്നെ ചെറിയ കാലുകളുടെ അടയാളവും ഉണ്ടായിരുന്നു, കാൽപാദങ്ങളുടെ അടയാളവും ഉണ്ടായിരുന്നു, ഫുട് പ്രിൻറ്റ്സ് ഉണ്ടായിരുന്നു. ജിസ്സെ മുझे പതാ ചലാ കി മഹിളാ കെ സാത്ത് ഏക് ബച്ചാ ഭീ താ, അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി സ്ത്രീയോടൊപ്പം ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു എന്ന്. ബഹുത് അച്ഛ, വളരെ നല്ലത്. തുമ്നെ ബിൽക്കുൽ സഹി കഹാ ഹെ, നിങ്ങൾ സത്യം തന്നെയാണ് പറഞ്ഞത്. രാജാ ബോല, രാജാവ് പറഞ്ഞു. ലേക്കിൻ തും ലോഗോं को यह कैसे पता चला कि पेटी में एक कच्चा अनार है, പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യം എങ്ങനെയാണ് മനസ്സിലായത്? ആ ബോക്സിലൊരു പച്ചയായ അനാറാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? യഹ് ബാത് തോ മേരി സമജ് മേ ബിൽക്കുൽ നഹി ആ രഹി, ഈ കാര്യം എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല, രാജാവ് പറയുകയാണ്. സബ്സെ ബഡേ ഭായിനെ കഹ, അപ്പോൾ ഏറ്റവും മൂത്ത സഹോദരൻ പറഞ്ഞു. ജിസ് തരേ ദോനോ വ്യക്തി ഉസെ ഉഠാക്കർ ലായത്തെ, എങ്ങനെയാണോ രണ്ട് വ്യക്തികളും അത് എടുത്തിട്ട് കൊണ്ടുവന്നത്, ബോക്സ് എടുത്ത് കൊണ്ടുവന്നത്, ഉസെ ബിൽക്കുൽ സ്പഷ്ടതാക്കി വഹ് തോടി ബി ഭാരി നഹി ഹെ, അതിൽ നിന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും, അതിന് വെയിറ്റില്ല, അല്പം പോലും അതിന് ഭാരമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ജബ് വേ പേട്ടി കോ രഖ് രഹേ തെ തോ മുझे उसके अंदर किसी छोटी सी गोल वस्तु के लुढ़कने की ध्वनि सुनाई थी. जब वे पेटी को रख रहे थे, അവർ ബോക്സ് അവിടെ വയ്ക്കുമ്പോൾ എനിക്ക് ഉസ്കെ അന്തർ, അതിൻ്റെ അകത്ത് നിന്ന് കിസി ചോട്ടി സി ഗോൽ വസ്തുക്കെ, ഏതോ ഒരു ചെറിയ ഉരുണ്ട വസ്തുവിൻ്റെ ലുടക്കനേക്ക് ധ്വനി, ഉരുളുന്ന ആ ശബ്ദം, ധ്വനി എന്ന് പറഞ്ഞാൽ ശബ്ദം, സുനായിതി, എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. മജ്ലാബായി പോല, രണ്ടാമത്തെ സഹോദരൻ പറഞ്ഞു. മേനെ ഏസാ അനുമാൻ ലഗായാക്കി ചൂങ്കി പേട്ടി ഉദ്യാൻ കി ഓർ സേ ലായി ഗയി ഹെ, ഞാൻ ഇങ്ങനെയാണ് അത് ഊഹിച്ചത്. ചൂങ്കി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ജേസെ അല്ലെങ്കിൽ ജബ് എന്നാണ് അർത്ഥം വരുന്നത്. ജേസെ എന്നും അർത്ഥമുണ്ട്, ജബ് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ പെട്ടി, ആ ബോക്സ് ഉദ്യാൻ കി ഓർ സേ ലായി ഗയി ഹെ, പൂന്തോട്ടത്തിൻ്റെ ആ ഭാഗത്ത് നിന്നാണ്, ഗാർഡൻ്റെ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. ഓർ ഉസ്മേ കോയി ചോട്ടി സി ഗോൽ വസ്തു ഹെ, അതിലൊരു ചെറിയ ഉരുണ്ട വസ്തുവാണുള്ളത്.
तो वह अवश्य अनार ही होगा. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായും ഉറുമാമ്പഴം തന്നെയായിരിക്കും, അനാർ തന്നെയായിരിക്കും. कारण कि आपके महल के आसपास अनार के बहुत से पेड़ लगे हुए हैं. കാരണം എന്തെന്നാൽ നിങ്ങളുടെ കൊട്ടാരത്തിൻ്റെ അടുത്തായിട്ട് അനാറിൻ്റെ ഒരുപാട് മരങ്ങൾ ഉണ്ട്. बहुत अच्छा, राजा ने कहा और उसने सबसे छोटे भाई से पूछा. വളരെ നല്ലത്, രാജാവ് പറഞ്ഞു. എന്നിട്ട് രാജാവ് എന്ത് ചെയ്തു? സബ്സെ ചോട്ടെ ഭായി സെ പൂച്ച, ഏറ്റവും ഇളയ സഹോദരനോട് ചോദിച്ചു. ലേക്കിൻ തുമേ യഹ് കേസെ പത്താ ചലാ കി അനാർ കച്ചാ ഹെ. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലായി ഈ അനാർ പഴുത്തതല്ല, കച്ചയാണ്, പാകമായതല്ല, പച്ചയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇസ് സമയത്ത് ഉദ്യാൻ മേ സബി അനാർ കച്ച ഹെ. ഈ സമയം വരെ ഗാർഡനിൽ എല്ലാ അനാറും കച്ചയാണ്, അതായത് പാകമായിട്ടില്ല. ये तो आप स्वयं ही देख सकते हैं. ഇത് നിങ്ങൾക്ക് സ്വയം തന്നെ കാണാനായിട്ട് കഴിയും. ഉസ്നെ ഉത്തർ ദിയ. ഓർ ഇളയ സഹോദരൻ അതിന് മറുപടി പറഞ്ഞു. ഓർ ഖുലി ഹുയി ഖിഡ്കിക്ക് ഓർ സങ്കേതിക്കുക. എന്നിട്ട് തുറന്നു കിടക്കുന്ന അങ്ങോട്ട് നോക്കി, തുറന്നു കിടക്കുന്ന ജനലിനടുത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും, ഇപ്പോൾ ഗാർഡനിലുള്ള അനാറെല്ലാം കച്ചയാണ്. राजा ने बाहर देखा तो पाया कि उद्यान में लगे अनार के सभी वृक्षों पर कच्चे अनार लटक रहे थे. അപ്പോൾ രാജാവ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഗാർഡനിൽ എന്താണ് കണ്ടത്? അവിടെ വൃക്ഷങ്ങളിലെല്ലാം, അവിടെ മരങ്ങളിലെല്ലാം ഉണ്ടായി നിൽക്കുന്ന അനാറെല്ലാം പച്ചയായിരുന്നു, അതെല്ലാം പാകമായിട്ടില്ലായിരുന്നു. ലട്ടക് രഹേത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി നിൽപ്പുണ്ടായിരുന്നു. राजा इन भाइयों की असाधारण पैनी दृष्टि और तीक्ष्ण बुद्धि से ചക്കിത്ത് രഹ ഗയ. അപ്പോൾ രാജാവ് ഈ സഹോദരന്മാരുടെ ഈ അസാധാരണമായിട്ടുള്ള ഈ സൂക്ഷ്മ ദൃഷ്ടിയും അതും പിന്നെ തീക്ഷ്ണ ബുദ്ധി, വളരെയധികം ബുദ്ധിയുള്ള ഈ സഹോദരന്മാരെ കണ്ടിട്ട് ആശ്ചര്യചകിതനായിട്ട് നിന്നു. धन संपत्ति या सांसारिक वस्तुओं की दृष्टि से तो तुम धनवान नहीं हो, लेकिन तुम्हारे पास बुद्धि का बहुत बड़ा कोश है. അപ്പോൾ രാജാവ് എന്തു പറഞ്ഞു? ധൻ സമ്പത്തി, പണമോ സമ്പത്തോ, യാ സാംസാരിക് വസ്തു. സാംസാരിക് വസ്തു എന്ന് പറഞ്ഞാൽ വേർഡ്ലി ഗുഡ്സ്, അതായത് ലൗകിക വസ്തുക്കൾ. പണമോ സമ്പത്തോ അല്ലെങ്കിൽ ലൗകിക വസ്തുക്കൾ കി ദൃഷ്ടി സേ തും ധനവാൻ നെയ്യോ, അത് നിങ്ങൾക്കില്ല, അതിൽ നിങ്ങൾ ധനവാന്മാരല്ല, നിങ്ങൾ പണക്കാരല്ല. ലേക്കിൻ തുമാരെ പാസ് ബുദ്ധി കാ ബഹുത് ബഡാ ഘോഷ് ഹെ. പക്ഷേ നിങ്ങളുടെ അടുത്ത് ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. ബഡാ കോഷ് ഹെ എന്ന് പറഞ്ഞാൽ, കോഷ് എന്ന് പറഞ്ഞാൽ ഖജാന, അതായത് വലിയൊരു ട്രഷർ തന്നെ ഉണ്ട് ബുദ്ധിയുടെ. ഉസ്നെ പ്രശംസ കർത്തെ ഹുവെ കഹ ഓർ ഉനെ അപ്നെ ദർബാർ മേ രഖ് ലിയ. അദ്ദേഹം പ്രശംസിച്ചുകൊണ്ട്, ഇവരെ 3 സഹോദരന്മാരെയും പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. ഓർ ഉനെ അപ്നെ ദർബാർ മേ രഖ് ലിയ. എന്നിട്ട് അവരെ തൻ്റെ സദസ്സിൽ അവിടെ വച്ചു, അംഗമാക്കി. എല്ലാവർക്കും ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.